അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം മൂകാംബികയിലേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പ് ഓണായി കേട്ടോ. എന്നാൽ പിന്നെ പോയിട്ട് വരാം അല്ലേ. ഇത് അമ്മേൻ്റെയും അച്ഛൻ്റെയും, ഇത് എൻ്റെ ചെറിയച്ഛൻ്റെയും. ആ പൂജാമുറി വാതിലടച്ചേക്കാ ഓരോ പണി കൊടുക്കും. കൊണ്ട് വരിപ്പിക്കണ്ട ശരി ബാഗിലേക്ക്. ഹലോ വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ കടയും ഹോട്ടലൊക്കെ നന്നായി അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അച്ഛൻ. ഓട്ടോയ്ക്കാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് പോണത്. ഇവിടുന്ന് ഏകദേശം 35 മിനിറ്റ് ഉണ്ടേ. പക്ഷേ പോണേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ട് എത്തണില്ലാത്ത പോലെ തോന്നുമായിരുന്നു കേട്ടോ. പണ്ട് മുതലേ വീട്ടിൽ നിന്ന് എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോവുക. പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നല്ലോ. പക്ഷേ പിന്നെ ഞങ്ങളുടെ വലുപ്പം കൂടാൻ തുടങ്ങിയതിന് ശേഷം അച്ഛൻ്റെ സ്ഥാനം മുന്നിലെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്താവാനും തുടങ്ങിട്ടോ. പക്ഷേ ഇത്തവണ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനെ ഞങ്ങളുടെ കൂടെ തന്നെ ബാക്കിലിരിക്കാൻ പറ്റി കേട്ടോ. ഞങ്ങൾ 6 പേരാണ്. അതുകൊണ്ട് തന്നെ ഫുൾ വൈബാട്ടോ. അതിപ്പോൾ തല്ല് വൈബാണോ സ്നേഹ വൈബാണോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. അതുകൊണ്ട് തന്നെ യാത്രയെന്നും ഞങ്ങൾക്ക് കുറേ നല്ല ഓർമ്മകളാണ്. ഞങ്ങളങ്ങനെ അധികം യാത്രകളൊന്നും പോയിട്ടില്ല കേട്ടോ ഫാമിലിയായിട്ട്. പോയതൊക്കെയും അമ്പലങ്ങളിലേക്ക് തന്നെയാണ്. മൂകാംബികയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോണത് അംബിക അമ്മേൻ്റെ വയറ്റിൽ ഒളിച്ചിരിക്കുന്ന സമയത്താണ്. നമ്മളിപ്പോൾ എത്ര തന്നെ വലുതായാലും എത്രയൊക്കെ ലോകം കണ്ടാലും നമുക്കിനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടുകാരോടൊപ്പം പോണ യാത്രയ്ക്ക് കുറച്ച് മധുരം കൂടും അല്ലേ. നമ്മളിവിടെ കാലിക്കറ്റ് നിന്നാണ് നമ്മൾ കയറുന്നത്. ബൈന്ദൂർ, കാലിക്കറ്റ് ടു ബൈന്ദൂർ സ്റ്റേഷനാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നേത്രാവതിക്കാണ് പോകുന്നത്. സോ ഓൾ ദി അതർ ഡീറ്റെയിൽസ് ആൻഡ് ദ മൂകാംബികയുടെ ഫുൾ വ്ളോഗ് വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അച്ഛനും അമ്മയും ഞാനും അംബികയുമാണ്. മിന്നുവും ഇല്ല, ചേച്ചിയില്ല. ഓഫ് കോഴ്സ് ചേച്ചിയില്ല ബിക്കോസ് ഷീസ് നോട്ട് ഹിയർ. ഓക്കെ, അബ്രോഡ്. യാ, മിന്നുവൾക്ക് ക്ലാസ്സസ് ആൻഡ് ഷീ ഈസ് ബിസി ദീസ് ഡേയ്സ്. സോ ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് us. പ്ലീസ് സ്മൈൽ. അച്ഛാ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. 8 മണിക്കൊരു പരിപാടി വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി 6 മണിക്കിരിക്കും. ആക്ച്വലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്തവണ ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല. 6:30 ട്രെയിനിൽ ഞങ്ങൾ 4:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തി ഒരു ചായയും കുടിച്ച് കുറച്ച് വർത്താനം പറഞ്ഞ് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ട്രെയിൻ വരാറായി. ദേ നമ്മുടെ ട്രെയിൻ വരാറായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ട്രെയിൻ ഒരു ഇത്തിരി ലേറ്റ് ആയിരുന്നു കേട്ടോ. 6:30 ട്രെയിൻ 7 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് 2 സീറ്റേ കൺഫർമേഷൻ ഉണ്ടായിരുന്നുള്ളൂ. 2 എണ്ണം തൽക്കാലിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ട്രെയിനിൽ കയറി ഉടനെ തന്നെ TTR കണ്ട് സംസാരിക്കാൻ പറ്റിയുണ്ട് 2 സീറ്റ് മൂപ്പര് ഞങ്ങൾക്ക് നേരത്തെ തന്നെ തന്നു കേട്ടോ. ആ എക്സ്ട്രാ കിട്ടിയ 2 സീറ്റിൻ്റെ സ്ഥലം പറഞ്ഞ് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് 1:30 ആയപ്പോൾ നമ്മൾ ബൈന്ദൂർ സ്റ്റേഷനിലെത്തി കേട്ടോ. ബൈന്ദൂരിൽ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയത്. ഓട്ടോയ്ക്ക് ഒരു 40-45 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. 600-650 രൂപയുടെ അടുത്താണ് നമ്മൾ ഓട്ടോ ചേട്ടന് കൊടുത്തത്. അവിടുന്ന് 1-2 ഹോട്ടലൊക്കെ പോയി കണ്ടു. 1-2 ചേട്ടന്മാരവിടെ ഉണ്ടായിരുന്നു. അവസാനം നമ്മളൊരു ഹോട്ടൽ ഉറപ്പിക്കുകയായിരുന്നേ. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.